قالوا ادع لنا ربك يبين لنا ما هي قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 68-ാമത്തെ ആയത്തിൻ്റെ 3-ാമത്തെ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത്. ഒരു പശുക്കുട്ടിയെ അറുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന തുടക്കത്തിൽ നിരസിച്ച ബനു ഇസ്രായേലിയർ പിന്നീട് അറുക്കുവാൻ കൽപ്പിച്ച പശുവിനെ കുറിച്ച് വ്യക്തമാക്കി തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് അവർ പറഞ്ഞപ്പോൾ ആ സമയം മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് അത് നന്നേ പ്രായം കൂടിയതും പ്രായം കുറഞ്ഞതുമല്ലാത്ത അതിനിടയിൽ ഒരു മധ്യപ്രായത്തിലുള്ള പശു ആയിരിക്കണം എന്ന് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ അതിനുശേഷം മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഫഫ്അലൂ മാ തുഅ്മറൂൻ, ഇനി നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ എന്ന്. ഇവിടെ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ പ്രത്യേക മനസ്സിരുത്തി ചിന്തിക്കേണ്ട, നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ആയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് പണ്ഡിതന്മാര് പ്രത്യേകമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ പശുവിനെ അറുക്കുവാനുള്ള കൽപ്പന അത് അള്ളാഹുവിൻ്റെതാണ്. അതുപോലെ തന്നെ ഈ വിഷയം അവരോട് നേർക്കുനേരെ സംസാരിക്കുന്നത് അത് അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകനാണ്. അള്ളാഹുവോ പ്രവാചകനോ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ വിഷയത്തിൽ പിന്നെ ഒരു നീരസം പ്രകടിപ്പിക്കുക എന്നത് അത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിക്കുക എന്നതിൻ്റെ ഗൗരവം സഹോദരങ്ങളെ നമുക്കറിയാവുന്ന വിഷയമാണ്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്തുകൊണ്ട് അള്ളാഹു നിയോഗിച്ച പ്രവാചകനെ ഒരു കാര്യത്തിലും ചോദ്യം ചെയ്യാതെ ആ പ്രവാചകൻ കൽപ്പിക്കുന്നത് എന്താണോ അത് സ്വീകരിക്കൽ നമ്മളുടെ മേൽ ബാധ്യതയാണ് എന്ന് പറയുവാൻ കാരണം എന്താ? പ്രവാചകന്മാരെന്ന് പറയുന്നത് അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരാണ്, അവർ പാപസുരക്ഷിതരാണ്. അതുകൊണ്ടാണ് ഒരു പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യം ഒരിക്കലും അദ്ദേഹം കെട്ടിച്ചമച്ചുകൊണ്ട് പറയുന്നതായിരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാ ആ പ്രവാചകൻ പറയുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ വഹ്യിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവാചകന്മാർ ഒരു കൽപ്പന ആ വിശ്വാസി സമൂഹത്തിന് നൽകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഒരു വിഷയത്തിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അവിടെ അനാവശ്യമായിട്ടുള്ള ഒരു കാഠിന്യവും അതിരുകവിയലും നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. സഹോദരങ്ങളെ, ചില ആളുകളുണ്ട്, അവർ ചോദിച്ചത് തന്നെ ചോദിച്ചുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രൂപത്തിൽ അധികരിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് പ്രത്യേകമായി കൊണ്ട് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഒരു കൽപ്പന കേട്ട് കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ദീനിൻ്റെ വിഷയങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ നമുക്ക് പ്രത്യേകമായി കൊണ്ട് ഈ ആയത്തുകളൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, സൂറത്തു മാഇദയിലെ 101, 102 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ ആയത്തിന്റെ അർത്ഥം സത്യവിശ്വാസികളെ ചില കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ചോദിക്കരുത് എന്നാണ്. നിങ്ങൾക്ക് അവ വെളിപ്പെടുത്തപ്പെട്ടാൽ നിങ്ങൾക്കത് മനപ്രയാസമുണ്ടാക്കും. ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവയെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കവ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു.
അള്ളാഹു ഏറെ പൊറുക്കുന്നവനും സഹനശീലനുമാകുന്നു. നിങ്ങൾക്ക് മുമ്പ് ഒരു ജനവിഭാഗം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി, പിന്നെ അവയിൽ അവർ അവിശ്വസിക്കുന്നവരായി തീരുകയും ചെയ്തു എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമായാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പുണ്ടായിരുന്ന പൂർവ്വവേദക്കാരായിട്ടുള്ള ആളുകൾ, അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന ഉണ്ടായിക്കഴിഞ്ഞാൽ അനാവശ്യ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പശുവിനെ അറുക്കുന്ന വിഷയത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചതുപോലെ അവർ ചില അനാവശ്യ ചോദ്യങ്ങൾ പലതും ചോദിക്കുന്നതാണ്. എന്നിട്ടോ ആ ചോദ്യങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മറുപടി നൽകി കഴിഞ്ഞാൽ ആ മറുപടി അനുസരിച്ച് ജീവിക്കൽ അവരുടെ ബാധ്യതയാണ്. പക്ഷേ അത് അവർക്ക് പ്രയാസമുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരതിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയാണ് പൊതുവിൽ ഉണ്ടാകാറുള്ളത്. ഇതെല്ലാം ഉണ്ടാകാനുള്ള കാരണം അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. ഇമാം മുസ്ലിമും ഇമാം ഹാക്കിമും ഇമാം അഹ്മദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മം മുസ്ലിമുകൾക്ക് നിർബന്ധമാക്കിക്കൊണ്ട് ആയത്തിറക്കിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില സ്വഹാബികൾ ചെന്നുകൊണ്ട് അവിടത്തോട് ചോദിക്കുകയാണ്, എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാണോ റസൂലേ എന്ന്. അതായത് എല്ലാ വർഷവും ഞങ്ങൾ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള സംശയം ചോദിക്കുക. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടിയൊന്നും കൊടുത്തില്ല എന്ന്. അപ്പോൾ ആ സ്വഹാബികൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതേ ചോദ്യം ആവർത്തിക്കുകയാണ് ചെയ്തത്. അപ്പോഴും ആ രണ്ടാമത്തെ പ്രാവശ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മറുപടിയൊന്നും കൊടുത്തില്ല. അങ്ങനെ ആ സ്വഹാബികൾ മൂന്നാമത്തെ തവണയും അതേ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞാൽ അത് പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാകുക തന്നെ ചെയ്യും. അതെങ്ങാനും നിങ്ങൾക്ക് നിർബന്ധമായാൽ അപ്രകാരം പ്രവർത്തിക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യമാകാത്ത ഒരു വിഷയമായി തീരും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടുമ്പോൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാതെ വിട്ടേക്കണം. നിങ്ങളുടെ മുമ്പുള്ളവർ നാശമടഞ്ഞത് അവരുടെ ചോദ്യത്തിന്റെ ആധിക്യവും അവരുടെ നബിമാരോട് അവർ വിയോജിപ്പ് കാണിച്ചതും കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അതിൽ നിന്ന് കഴിയുന്നത്ര നിങ്ങൾ ചെയ്തു കൊള്ളുക. ഞാൻ നിങ്ങളോട് വല്ലതും വിരോധിച്ചാൽ അത് നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. വളരെ കൃത്യമാണ് സഹോദരങ്ങളെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഈ ഉപദേശം വളരെ കൃത്യമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയം പഠിപ്പിക്കുന്നത്. ഒരറിവ് കിട്ടുന്നതിന് വേണ്ടി അറിയാത്ത ഒരു കാര്യം ചോദിക്കരുത്, ഒരു സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി ചോദിക്കരുത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിന്റെ താല്പര്യം. മറിച്ച് അനാവശ്യമായ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉദ്ദേശിക്കാതെ തർക്കത്തിന് വേണ്ടിയും പരീക്ഷിക്കുവാൻ വേണ്ടിയും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് അതൊക്കെ ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനയുള്ള ഒരു വിഷയമാകുമ്പോൾ സഹോദരങ്ങളെ, അവിടെ അനാവശ്യമായ ചോദ്യങ്ങൾ നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ് എന്നാണ്. ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് മുമ്പുള്ള വേദക്കാരായ ആളുകൾ നാശമടഞ്ഞു പോയത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് പശുവിനെ അറക്കുവാനുള്ള കൽപ്പനയിൽ ബനു ഇസ്രായേലരുടെ സ്വഭാവത്തിൽ നമ്മൾ മനസ്സിലാക്കിയ അവരുടെ ഒരു നിഷേധ സ്വഭാവം. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാം അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമായിക്കൊണ്ട് അറക്കുവാനുള്ള പശു എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ അവരോട് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് ഫഫ്അലൂ മാ തുഅ്മറൂൻ, ഇനി നിങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ചെയ്തു കൊള്ളുവിൻ എന്ന്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 68-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട, നമ്മളുടെ ഈ ആയത്തിൽ നിന്നും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ ആയത്തിന്റെ തജ്വീദോട് കൂടിയുള്ള പാരായണമാണ്, അതിന്റെ പഠനമാണ് അവശേഷിക്കുന്നത്. അതിനായി ഷേഖ് യാസർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.